ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ഒന്നല്ല, ജസ്റ്റ് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നല്ല ഈസിയാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു ഫ്ലവറാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു നോസിലാണ്. അപ്പോൾ ഇത് വിൽട്ടൺ ആണ്. വിൽട്ടൻ്റെ 81 നമ്പറാണ് ഇതിൻ്റെത്, അത് 81. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വിൽട്ടൺ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ തന്നെ വലുതും വരുന്നുണ്ട്. അപ്പം ഇത് നല്ല ചെറുതാണ്, അപ്പോൾ ചെറിയ പെറ്റലിന് വേണ്ടി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കേക്കിൽ കുറച്ച് ക്രീം തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് കാണിച്ചിരുന്നത് ബട്ടർ ക്രീം വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്ത് ബാക്കിലോട്ട് വലിച്ചാൽ മതി. അപ്പം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഇതളുകൾ കിട്ടും. അപ്പോൾ എനിക്ക് കളർ കിട്ടിയത് ഞാൻ പിങ്കും അതുപോലെ തന്നെ ഗ്രീനും കൂടി മിക്സ് ആക്കിയപ്പോഴാണ് ഈ ഒരു കളർ കിട്ടിയത്. അപ്പം ഫസ്റ്റ് ഞാൻ ഒരു റൗണ്ടിൽ ചെയ്തതിന് ശേഷം രണ്ടാമത് അതിൻ്റെ കുറച്ച് താഴത്തുനിന്നും കൂടി ഒന്നും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു കളറിൽ 3 ലെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തതും കൂടി ചെയ്യാം. പിന്നെ 2 കളർ മിക്സ് ആക്കിയിട്ടാണ്, അതായത് ഇതിൻ്റെ ലൈറ്റ് കളറും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് 2 കളർ മിക്സ് ആക്കുമ്പോൾ ഒന്നും കൂടി കാണാൻ ഭംഗി. അപ്പം 3 ലെയറിൽ ഇതിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലൈറ്റ് കളർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുള്ള ക്രീം മാറ്റിയിട്ട് ഇതിലേക്ക് ലൈറ്റ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ നമുക്ക് ബാക്കി ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാം. ഇത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് വലിയ പ്രാക്ടീസിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുക്കുക, ബാക്കിലോട്ട് വലിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഇതുപോലെ നല്ല പെറ്റലായി കിട്ടും. നമുക്കിത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കുറച്ച് ഗ്രീൻ കളർ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ പൈപ്പിംഗ് നോസിലിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ കപ്പ് കേക്കിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ മേലെ വെക്കാനാണെങ്കിൽ ഡയറക്റ്റ് കേക്കിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലവർ നെയിലിൻ്റെ മേലെ ചെറിയൊരു പീസ് ബട്ടർ പേപ്പർ വിരിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ റൗണ്ടാക്കി എടുക്കുക. ആ ഒരു നോസിൽ വെച്ച് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ 2-3 തട്ടായിട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ പോലെ തന്നെ നമ്മുടെ ക്രീം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതെങ്ങനെയാണ് കേക്കിൻ്റെ മേലെ എടുത്ത് വെക്കാമെന്ന്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, അതായത് ഫ്രീസറിലൊന്ന് വെക്കാം. ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട്, അതായത് ഒരു 5 മിനിറ്റൊക്കെ മതിയാവുമായിരിക്കും. നല്ല ഹാർഡായിട്ടുണ്ടാവും. അതിപ്പോൾ വിപ്പിംഗ് ക്രീം ആയാലും ശരി, ബട്ടർ ക്രീം ആയാലും ശരി. അതുപോലെ നമുക്ക് ഇത് ഈ ഒരു പേപ്പറിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് അത് കാണിക്കുന്നുണ്ട്. അപ്പം ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. കാരണം മിക്ക ആൾക്കാരും വിപ്പിംഗ് ക്രീം വെച്ചാണ് പൂക്കളൊക്കെ ഉണ്ടാക്കാം. അപ്പം നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ട എനിക്ക്. അപ്പോൾ ഞാനത് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ ഇത് വേറൊരു കളർ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഞാനിതിലേക്ക് ഫസ്റ്റ് യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്ത് കൊടുത്ത് മിക്സാക്കി നോക്കിയപ്പം തീരെ ഒരു കളറില്ലാത്ത പോലെ തോന്നി. കാരണം എനിക്ക് കുറച്ച് നല്ല ഡാർക്ക് കളർ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരി ഓറഞ്ച് കളർ ചേർത്ത് കൊടുത്തു. പിന്നെ ചെഫ് മാസ്റ്ററിൻ്റെ ഓറഞ്ച് കളറാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നല്ല ഓറഞ്ച് കളറായി കിട്ടി. അപ്പോൾ എനിക്ക് അതിൻ്റെ ലൈറ്റും കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പം കുറച്ച് ക്രീമും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഓറഞ്ച് ക്രീം എടുത്ത് മിക്സാക്കി അതൊന്ന് ലൈറ്റാക്കി എടുക്കുന്നുണ്ട്. ആ ഒരൊറ്റ കളറിൽ ചെയ്യുന്നതിന് പകരം ഇതുപോലെ 2 കളറിൽ, അതായത് ഡാർക്കായിട്ടും ലൈറ്റായിട്ടും ചെയ്യുമ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക ഫ്ലവറിന്. ഇപ്പം ലൈറ്റായിട്ടുള്ള ക്രീമും റെഡി ആയിട്ടുണ്ട്. ഞാൻ നോസിൽ പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റാക്കി എടുക്കുക. ശേഷം അതിലേക്ക് നമ്മുടെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ക്രീമേ ആവശ്യമുള്ളൂ. ഒരു ഫ്ലവറിന് എനിക്കൊന്ന് ഒരു 1-2 സ്പൂണ് ബീറ്റ് ചെയ്ത ക്രീം മതിയാവുമായിരിക്കും. പിന്നെ ആദ്യം കപ്പ് കേക്കിലാണ് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ കാണുമ്പോൾ വലിയൊരു ഭംഗി തോന്നില്ല. പക്ഷെ അത് ഫുള്ളായിട്ട് ചെയ്ത് വരുമ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വളരെ കുറച്ച് ക്രീമേ ഇതിന് വേണ്ടും. അപ്പോൾ ഞാൻ ആ പൈപ്പിംഗ് ബാഗിലുള്ള ക്രീം നേരത്തെ പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ലൈറ്റ് കളർ ക്രീം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടി ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ പച്ച കളർ ക്രീം വെച്ച് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കേക്കിലേക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം അതൊന്നും ഞാൻ കാണിച്ചു തരാം. ഇതിനു വേണ്ടി ഞാൻ കേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ജസ്റ്റ് കേക്ക് ബോർഡിൻ്റെ മേലെ കാണിച്ചു തരാം. അപ്പോൾ ടേൺ ടേബിളിൻ്റെ മേലെ ഞാൻ ആ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വലിയ ഫ്ലവർ വേണമെങ്കിൽ വലിയ വട്ടം വരച്ചു കൊടുക്കാം. അപ്പോൾ ചെറുത് വേണമെങ്കിൽ ചെറുത് വരച്ചു കൊടുത്താൽ മതി. ഒരു 2-3 ലെയറായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രീം ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കോട്ടേക്ക് വലിക്കുക. അപ്പോൾ നല്ല ഈസിയാണ് ചെയ്യാൻ വേണ്ടിക്ക്. അതുപോലെ ചെയ്തു വന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇതിൻ്റെ സെൻറ്ററിൽ നേരത്തെ പോലെ തന്നെ പച്ച കളർ ക്രീം വെച്ച് ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നിയത് ബട്ടർ ക്രീം വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പം ഒന്നും കൂടി കാണാൻ ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നേരത്തെ ഫ്രീസറിൽ വെച്ച ഇതാണ്, ഫ്ലവറാണിത്. അപ്പോൾ ഇതുപോലെ ഇത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അത് വിപ്പിംഗ് ക്രീമായാലും ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് കേക്കിൻ്റെ മേലെ എവിടെയാണ് വെക്കേണ്ടത് അവിടെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കുറേ കളറിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. നമ്മൾ ഉണ്ടാക്കിയ കേക്ക് കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക് യു.